മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 171 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു, യെശയ്യാവ് 2 മുതൽ 5 വരെ, എഫേസ്യർ 3-ാം അധ്യായം നിന്നായിരുന്നു ഇന്നലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ റിവീൽ ചെയ്യാണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കാലിൽ അണിയുന്ന ഒരു ആഭരണത്തിന്റെ ശബ്ദത്തെ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ചിലമ്പൊലി. യെശയ്യാവ് 3:16 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. ചിലമ്പ് എന്നുള്ളത് കാൽത്തള, ഒലി എന്നുള്ളത് ശബ്ദമാണ്. കാൽത്തള എന്ന് പറഞ്ഞാൽ പാദസരം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യർ നിർമ്മിച്ച വിഗ്രഹങ്ങളെ ഏതെല്ലാം ജീവികൾക്ക് ഇട്ടുകൊടുക്കും? ഉത്തരം തുരപ്പനെലിക്കും നരിച്ചീറിനും. യെശയ്യാവ് 2:21 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മലയാള ലിപിയിലെ ഒരു ചിഹ്നവും പാഠഭാഗത്ത് കാണുന്ന ഒരു ആഭരണത്തിന്റെ പേരും ഒരുപോലെയാണ്, എങ്കിൽ ഏതെന്ന് എഴുതുക എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ചന്ദ്രക്കല. യെശയ്യാവ് 3:19 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു, പൗലോസിന് ഒരു മർമ്മം അറിയായി വന്നത് ഏതിനാൽ? ഉത്തരം വെളിപ്പാടിനാൽ. എഫേസ്യർ 3:3 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു, ഒന്നിനു പകരം മറ്റൊന്നുണ്ടാകുമെന്ന് സിയോൻ പുത്രിമാരോട് യഹോവ പറഞ്ഞ 5 കാര്യങ്ങൾ ഏവ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം സുഗന്ധത്തിന് പകരം ദുർഗന്ധം, 2 അരക്കച്ചയ്ക്ക് പകരം കയർ, 3 പുരിക കുഴലിന് പകരം കഷണ്ടി, 4 ഉടയാടയ്ക്ക് പകരം രട്ട്, 5 സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പ്. യെശയ്യാവ് 3:24 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എങ്ങാനും ഇത് തെറ്റിപ്പോയിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല, അടുത്ത പോർഷൻസ് പറഞ്ഞു തരാം, നന്നായിട്ട് വായിച്ചു പഠിച്ചോളൂ. യെശയ്യാവ് 6 മുതൽ 9 വരെ, എഫേസ്യർ 4-ാം അധ്യായം നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.